ലോക ജലദിനത്തോടനുബന്ധിച്ച് വേറിട്ട പരിസ്ഥിതി സംരക്ഷണ മാതൃകയുമായി എളമ്പുലാശ്ശേരി ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ തേഞ്ഞിപ്പലത്തെ പ്രധാന ജലസ്രോതസ്സായ പാച്ചിരിക്കുളം ശുചീകരിച്ചും ജലസംരക്ഷണ സന്ദേശം വീടുകളിലെത്തിച്ചും കുട്ടിപ്പട മാതൃകയായി. പ്രകൃതി സംരക്ഷണം കേവലം മുദ്രാവാക്യങ്ങളിൽ ഒതുക്കാതെ പ്രവൃത്തിപഥത്തിൽ എത്തിച്ചിരിക്കുകയാണ് എളമ്പുലാശ്ശേരി ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ലോക ജലദിനാചരണത്തിന്റെ ഭാഗമായി തേഞ്ഞിപ്പലം പാച്ചിരിക്കുളമാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത് ശുചീകരിച്ചത്. കുളത്തിന് ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച കുട്ടികൾ അവ സംസ്കരണത്തിനായി തരംതിരിച്ചു. ശുചീകരണത്തിന് ശേഷം പരിസരത്തെ വീടുകളിൽ സന്ദർശനം നടത്തി ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ലഘുലേഖകളും വിദ്യാർത്ഥികൾ വിതരണം ചെയ്തു. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലും കേന്ദ്ര പരിസ്ഥിതി വന കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയവും സംയുക്തമായി നടപ്പിലാക്കുന്ന പരിസ്ഥിതി വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് ഈ സംഗമം സംഘടിപ്പിച്ചത്. ഹെഡ്മിസ്ട്രസ് കെ ജയശ്രീ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ടി മുസ്തഫ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദിലീപ് ഹരിതം പഠന ക്ലാസ് നയിച്ചു. ദേശീയ ഹരിതസേന കോർഡിനേറ്റർ P മുഹമ്മദ് ഹസൻ, NGC സ്റ്റുഡന്റ് ലീഡർ A അദിവ് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. വെറുമൊരു ശുചീകരണ യജ്ഞം എന്നതിലുപരി വരും തലമുറയ്ക്ക് പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തം പകർന്നു നൽകുന്ന മികച്ചൊരു പഠനാനുഭവമായി ഈ ലോക ജലദിന പരിപാടി മാറി. നമ്മള് ഇന്ന് വന്നത് ദേശീയ ഹരിതസേനയുടെ പരിസ്ഥിതി ക്ലബിലെ കുട്ടികളാണ്. പച്ച ടീഷർട്ട് കുട്ടികൾ അല്ലേ. നമ്മൾ തേഞ്ഞിപ്പലത്ത് പ്രധാന ജലസ്രോതസ്സാണ് പാച്ചിരിക്കുളം. ഈ പാച്ചിരിക്കുളത്തിന്റെ പരിസരം വൃത്തിയാക്കാനാണ്. നമ്മളെ ഈ കുളങ്ങളൊക്കെ വൃത്തിയാക്കേണ്ടതുണ്ടോ അതോ ചീത്തയായി പോയാൽ മതിയോ? ജലം വരുന്ന ഒരുപാട് സ്രോതസ്സുണ്ട്. ഏതൊക്കെയാണ്? കിണർ, കുളം, പുഴ, തോട്, അരുവികളൊക്കെ അല്ലേ. ഇതൊക്കെ നശിച്ചു പോയാൽ നമുക്ക് നമ്മുടെ ജീവന്റെ അപകടത്തിലാവും. ആവൂലേ? അതിശക്തമായ അതിരൂക്ഷമായ ജലക്ഷാമം വന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മെയ്യിലൊക്കെ. അപ്പോൾ ഈ കുളങ്ങളൊക്കെ ശുചീകരിക്കണം, അത് ഭംഗിയായി നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ചെയ്യൂലേ? നിങ്ങൾ ഭാവി ചെയ്യൂലേ? ഈ ചെറിയ കാര്യങ്ങൾ കാണിച്ചു തരുന്നതിന് അറിയോ? നിങ്ങൾ വീട്ടിൽ വേസ്റ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വേസ്റ്റ് ഒക്കെ പെറുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹരിത കർമ്മസേനക്ക് കൊടുക്കണം. റെഡിയാണല്ലോ? ഓക്കെ അല്ലേ?